തൈര് ഫേഷ്യലിൻ്റെ ഫൈനൽ റിസൾട്ട് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? കിട്ടിയ റിസൾട്ട് അതിൻ്റെ ഒരു 10 മിനിറ്റ് കൊണ്ടാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടിയിരിക്കുന്നത്. എപ്പോഴും നമ്മളൊരു പാക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു മോയ്സ്ചറൈസ് അത് നിങ്ങളുടെ സ്കിന്നിന് ഏതാണോ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മോയ്സ്ചറൈസ് നിർബന്ധമായിട്ട് അപ്ലൈ ചെയ്യണം. ഈ മോയ്സ്ചറൈസ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കയ്യിലിട്ട് തിരുമ്മിയിട്ടല്ല കേട്ടോ ചെയ്യേണ്ടത്. അതും ശ്രദ്ധിക്കണം ഒരു കാര്യം. കയ്യിലിട്ട് തിരുമ്പുമ്പോൾ നമ്മുടെ കൈ മാത്രമേ സെറ്റ് ആവുള്ളൂ. അതായത് നമ്മൾ പലരും കാണിക്കാറുണ്ട് ഒരു തുണ്ട് ക്രീം എടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ കാണിക്കുന്നത്. അങ്ങനെയല്ല ചെയ്യുക, ഇതേപോലെയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ നമ്മുടെ മുഖം നല്ല സെറ്റായി കേട്ടോ. അടിപൊളിയായില്ലേ? ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തൈര് വെച്ചിട്ടൊരു അടിപൊളി ഫേഷ്യൽ ചെയ്യാനാണ് പോകുന്നത്. നാച്ചുറലായിട്ടുള്ള അടിപൊളി ഫേഷ്യലാണ്. സാധാരണക്കാർക്കൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഫേഷ്യലാണ്. തൈര് നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും ഉണ്ടാവും. പിന്നെ തൈര് നമുക്ക് എല്ലാവർക്കും എല്ലാ സ്കിന്നുകാർക്കും പറ്റണ ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ 3-5 തരം സ്കിന്നുണ്ടെന്നുള്ളത് അറിയാലോ. അപ്പോൾ അത് നോർമൽ സ്കിൻ ആയിക്കോട്ടെ, സെൻസിറ്റീവ് ആയിക്കോട്ടെ, ഡ്രൈ ആയിക്കോട്ടെ, ഓയിൽ ആയിക്കോട്ടെ, എല്ലാവർക്കും നമുക്ക് തൈര് പറ്റും. അപ്പോൾ അത് ഏത് രീതിയിലാക്കിയാണ് ചേർക്കേണ്ടതാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ എല്ലാവർക്കും പറ്റുമെന്ന് വിചാരിച്ചിട്ട് തൈര് അങ്ങനെ വാരിക്കോരി തേക്കാൻ പാടില്ല. അതിൽ ചില സാധനങ്ങൾ നമ്മൾ ചേർത്ത് കൊടുത്താലാണ് ചില സ്കിന്നുകാർക്ക് നല്ല രീതിക്ക് മുഖത്തേക്ക് നമുക്കത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ തൈര് നമുക്ക് നമ്മുടെ കരിവാളിപ്പ് പെട്ടെന്ന് മാറ്റുന്ന ഒരു ഐറ്റമാണ്. അതുപോലെ തന്നെ ലാക്റ്റിക് ആസിഡ് ഇതിൽ കൂടുതലുള്ളത് കൊണ്ട് നമുക്ക് നമ്മുടെ സ്കിന്നിനെ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്ന ഒരു ഐറ്റമാണ് നമുക്ക് തൈര്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു സ്ക്രബിംഗ് ആണ് കൊടുക്കുന്നത്. സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ തൈരിൽ നമ്മൾ കുറച്ച് പഞ്ചസാര പൊടിച്ച് വെച്ചേക്കുന്നതാണ്. അതും കൂടിയിട്ട് ആദ്യത്തെ ഒരു സ്ക്രബിങ് കൊടുക്കാൻ പോകാം കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നൊരു 1/4 ടീസ്പൂണിൻ്റെ ആവശ്യമുള്ളൂ. കയ്യിലേക്ക് വെച്ചിട്ടാണ്. കൈയൊക്കെ നല്ലപോലെ കഴുകുക, മുഖം നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് കിടു റിസൾട്ട് കിട്ടുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. നമ്മളിവിടെ ഇങ്ങനെ പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. സ്ക്രബിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ആയാലും അത് നമ്മൾ കാലിൻ്റെ വീഡിയോ എടുക്കുമ്പോഴായാലും അത് നമുക്കിത് എപ്പോഴും ആവശ്യമാണ്. അപ്പോൾ കുറച്ചിങ്ങനെ പഞ്ചസാര പൊടിച്ച് വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിലിങ്ങനെ മിക്സ് ചെയ്ത് നമുക്ക് എപ്പോൾ തോന്നണോ അപ്പോൾ ചെയ്യാം. ഒന്ന് മിക്സ് ചെയ്യുക, മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. മറ്റേ തരിയുള്ള പഞ്ചസാര ആകുമ്പോണ്ടല്ലോ നമുക്ക് മുഖത്ത് കോറിൽ വരാനായിട്ട് സാധ്യത. അതാണ് പൊടിച്ചിട്ട് ചേർക്കാൻ പറയുന്നത്. ഇനി ഇതിൽ നിങ്ങൾക്ക് പഞ്ചസാര അല്ലെങ്കിൽ അരിപ്പൊടി ചേർത്തിട്ടായാലും നമുക്കൊരു സ്ക്രബിങ് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇത് വല്ലാണ്ട് നൈസൊന്നുമല്ല, എന്നാൽ ഇത്തിരി തരിതരിയും കൂടി ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ മൂക്കിൻ്റെ ഭാഗത്തൊക്കെയാണ് മറ്റേ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉള്ളത്. അതാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. സ്ക്രബിങ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതാണ്. പിന്നെ അതുപോലെ തന്നെ മുഖക്കുരു വന്നിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കുരുകുരുങ്ങനെ പോലെ നിൽക്കില്ലേ ചിലവർക്ക്, എല്ലാവർക്കും അല്ല ചിലവർക്ക്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ സ്ക്രബിങ് ചെയ്യുമ്പോൾ ആ ഡെഡ് സ്കിന്നൊക്കെ പോയിട്ട് നമുക്ക് നല്ല സ്മൂത്തായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു കാര്യം ചെയ്യുന്നത്. പിന്നെ ഈ ഭാഗത്തുണ്ടാവും, നമ്മുടെ ഈ മീശയുടെ ഭാഗത്തുണ്ടാവും കേട്ടോ. അപ്പോൾ സ്ക്രബിങ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവിടെയൊക്കെ തന്നെയാണ്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കാം. നമ്മൾ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ മുഖത്ത് നല്ലൊരു ആദ്യത്തെ ഗ്ലേസിങ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെറുതായിട്ടൊരു മസാജ് കൊടുക്കുകയാണ്. അതും ചെയ്യണത് നമ്മുടെ ഈ തൈര് വെച്ച് മാത്രമാണ് കേട്ടോ. തൈര് മാത്രം മതി. ഇതിൽ തേൻ ഉണ്ടെങ്കിൽ തേൻ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ഇത് മാത്രം മതി കേട്ടോ. ഇത് 2 കയ്യിൽ ഇങ്ങനെ കൂട്ടി തുമ്പിയിട്ട് മസാജ് കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് സ്കിന്നിലോട്ട് അങ്ങോട്ട് അബ്സോർവ് ആയിട്ട് പോകണം. അപ്പോൾ നമ്മൾ ഫോർഹെഡ് തൊട്ടങ്ങോട്ട് തുടങ്ങണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് ഈ ഇവിടെ ഉണ്ടാവുന്ന ചെറിയ മടക്ക് പോലെ വരില്ലേ,
അതൊക്കെ ഒന്ന് പോയി കിട്ടാനായിട്ട് നല്ലതാണ്. ഇപ്പം നമുക്കിതിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഒരു നല്ലൊരു ഗ്ലേസിങ് വരുന്നുണ്ട് അല്ലേ. ഇതെപ്പോഴും നമ്മൾ ചെയ്യണം. ഇതിനാണ് നമ്മൾ ഓരോ ക്രീമുകൾ നൈറ്റ് ചെയ്യാനായിട്ട് ഇട്ടിരിക്കുന്നത്. പാക്ക് ഇടാൻ പറ്റാത്തവർക്കൊക്കെ പറ്റിയിട്ടുള്ളതാണ്. പക്ഷേ നമ്മൾ മാസത്തിലോ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഇതേപോലെ ഒരു ഫേഷ്യൽ നമ്മൾ നാച്ചുറലായിട്ട് ചെയ്താൽ നമ്മുടെ സ്കിന്നിനെ നിലനിർത്തി കൊണ്ടുപോകാൻ നല്ലതാണ്. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും മസ്റ്റായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു പാക്കൊക്കെ ഇടാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അത് തീരെ തിരക്കുള്ളവർക്കാണ് ഞാൻ ഈ പറഞ്ഞത് ആഴ്ചയിൽ ഒരു വട്ടം എന്നുള്ളത്. ഇല്ലെങ്കിൽ ഒരു 3 വട്ടമെങ്കിലും നമ്മുടെ സ്കിന്നിലേക്ക് ആവശ്യമായിട്ടുള്ള പാക്കുകൾ നമ്മൾ ഏതാണ് സൂട്ടബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യാനായിട്ട് നോക്കണം. ഇനി നമ്മൾക്ക് ഇത് അവിടെ എങ്ങനെ ഇരുന്നോട്ടെ. ഇനി നമ്മളൊരു ചെറുതായിട്ടൊരു പാക്ക് ഇടാൻ പോകണം കേട്ടോ. അപ്പോൾ അതിലേക്കും നമുക്ക് വേണ്ടത് നമ്മുടെ തൈര് തന്നെയാണ്. അപ്പോൾ ആകപ്പാടെ ഒരു ടീസ്പൂൺ തൈര് ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഒരു കാര്യം ചെയ്യാവുന്നുള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ ഇത് 2 ടീസ്പൂൺ എടുത്ത് കൊണ്ടുവന്നു. അത്രയ്ക്കൊന്നും വേണ്ടി വന്നില്ല കേട്ടോ. പിന്നെ ഇതിലോട്ട് നമുക്ക് നമ്മുടെ കടലമാവ്, അപ്പോൾ ഇത് ഡ്രൈ സ്കിന്നുകാർക്കാണ് ഇനി അടുത്തൊരു സംശയം ഉണ്ടാവുക, ഞങ്ങൾക്ക് പറ്റുമോ എന്നുള്ളത്. അവരുടെ സ്കിന്നിനെ നിലനിർത്താനും കൂടിയാണ് നമ്മളിതിൽ തൈര് ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്നറിയോ? ക്യാരറ്റിൻ്റെ കുറച്ച് നീര് ഇത് ഗ്രേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മളിവിടെ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. കുറച്ച് മതിയേ, ഒരു 1/2 ടീസ്പൂണൊക്കെ മതിയാവും. നല്ല പോലെ ഇത് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ തൈരും കടലമാവും ക്യാരറ്റിൻ്റെ നീരുമാണ് നമ്മൾ പാക്കായിട്ട് ഇടുന്നത് കേട്ടോ. തൈരിൻ്റെ പാക്ക് നമുക്ക് പല രീതിക്ക് ഇടാം. ഇത് ഒത്തിരി കൂടി നല്ലൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാരറ്റിൻ്റെ നീര് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ക്യാരറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലൊരു ക്രീമി ടെക്സ്ചറിലേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതല്ല, മുഖത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൽ ഇത്തിരി ലൂസായിട്ട് നമുക്ക് തോന്നുകയാണെങ്കിൽ ഇച്ചിരിയും കൂടി കടലമാവ് മിക്സ് ചെയ്യാം. ഇല്ലെങ്കിൽ ഇത് കടലമാവ് ആയതുകൊണ്ട് പെട്ടെന്ന് ഡ്രൈ ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത്രയ്ക്കും ലൂസിൽ എടുത്തത് കേട്ടോ. ഉണ്ടോ, അങ്ങനെ സ്മൂത്തായിട്ട് നമ്മുടെ മുഖത്ത് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അധികം നേരമൊന്നും നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് വന്നില്ല. ഇനിയിപ്പോൾ സ്ക്രബിങ്ങും മസാജിങ്ങും ഒക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്കെങ്കിലും ഒരാഴ്ചയിൽ 2-3 വട്ടമൊക്കെ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. നേച്ചുറലായതുകൊണ്ട് നമ്മുടെ സ്കിന്നിന് ഒരു ദോഷവും വരില്ല. പക്ഷെ ചെയ്യാതിരിക്കുമ്പോഴാണ് നമുക്ക് അതിലൊരു ബുദ്ധിമുട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പോഴല്ല, കുറച്ച് കഴിയുമ്പോൾ. പുറത്ത് നല്ല മഴക്കാരുണ്ട്. അപ്പോൾ അത് വെയിലിങ്ങനെ മഞ്ഞും ഇതായി നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ക്യാമറയിൽ അത് നല്ലപോലെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഒരു 15 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമുക്കത് വലിയണ ഫീലിംഗ് ഉണ്ടാവും. ഈ കടലമാവ് ചേർത്തിട്ടുള്ള പാക്കായതുകൊണ്ട് നമ്മളധികം സംസാരിക്കാനായിട്ട് പോകണ്ട കേട്ടോ. നമ്മൾ ചുളിച്ചിൽ വരുത്താനല്ല, ചുളിവ് മാറ്റാനാണ് നമ്മൾ ഓരോ പാക്കുകൾ കാര്യങ്ങൾ മസാജൊക്കെ ചെയ്യണത്. അപ്പോൾ എന്താ പറയുക, നിങ്ങൾ സംസാരിക്കാതെ നോക്കാം കേട്ടോ. എനിക്കെന്തോ പനി വരാനുള്ളൊരു ലക്ഷണം ഉണ്ടെന്ന് തോന്നുന്നു. ആകപ്പാടൊരു ശീലക്കേടുണ്ട്. പക്ഷെ നമ്മുടെ പണി നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഞാൻ തുടക്കത്തിലേ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി റിസൾട്ട് കാണിക്കാനായിട്ട് അധികം സമയമൊന്നും എടുക്കണില്ല. അപ്പോൾ നല്ലൊരു പാക്ക് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയ്ക്കുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക.
നമ്മുടെ ചാനലോട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യണം കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.